രാവിലെ തന്നെ ജേഡക്കുട്ടൻ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ പുള്ളി നല്ല ഹാപ്പിയാണ്. ബിക്കോസ് ആകെ 3 hours സ്കൂളുള്ളൂ. 11 o'clock ആകുമ്പം സ്കൂൾ തീരും. ഞാൻ വിചാരിക്കും ഫ്രൈഡേ എന്തിനാണ് പിള്ളേർക്ക് സ്കൂൾ വെക്കുന്നത് അല്ലേ? ശരിക്കും ഞാൻ ഫ്രൈഡേയും കൂടെ അവധി കൊടുക്കുവാണെങ്കിൽ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 days പിള്ളേർക്ക് വീക്കെൻഡ് ഓഫ് കിട്ടും. ഷാർജയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ 3 days ഓഫ്. അബുദാബി മാത്രം കൊടുത്തിട്ടില്ല. ചിലപ്പോൾ ഇൻഷാല്ല ഫ്യൂച്ചറിൽ വരുമായിരിക്കും. കാരണം പോകുന്നതും കാണാം, പോകുന്നതിനേക്കാളും സ്പീഡിൽ വരുന്നതും കാണാം ഫ്രൈഡേ. അതിനേക്കാളും പേര് ഓഫ് കൊടുക്കുകയാണല്ലോ, പിള്ളേർക്ക് അത്രയും ദിവസം അവധിയും കിട്ടും. അങ്ങനെ ജെവിടുവിനെ സ്കൂൾ വിട്ടിട്ട് നമ്മൾ നടക്കാൻ പോയി. നമ്മൾ നല്ല നടപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെ രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡേ രാവിലെ മോർണിംഗിൽ നടക്കാൻ ഇറങ്ങുമ്പോഴേ, രാവിലെ മോർണിംഗ് രണ്ടും ഒരർത്ഥം അല്ലേ? എനിവേ മോർണിംഗ് നടക്കാൻ ഇറങ്ങുമ്പോൾ ഇഷ്ടം പോലെ സ്കൂൾ ബസ് ഉണ്ട്. ഇന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സാധനമാണ്. ഇതിൻ്റെ പേര് പാലപ്പൂ അല്ലല്ലോ, ഇതിൻ്റെ പേര് ചെമ്പകം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കുള്ള പൂവല്ലേ, നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ പറിക്കുന്നത്. അങ്ങനെ ഞാനും പറിച്ചു. ശരിക്കും ഞാൻ എൻ്റെ മണം പിടിച്ചപ്പോൾ ഒരു നൊസ്റ്റും ഉണ്ടായി കേട്ടോ. ഇന്ന് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, നഴ്സസ് ഡേ പ്രമാണിച്ചപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങുവാണ്. മോഹൻ ചുമന്നല്ലേ ഉള്ളൂ, കറുത്തല്ല. എന്നെ കൊണ്ടൊരുമാതിരി തള്ളച്ച് ഫീലൊക്കെ ചെയ്യുന്നത് എനിക്ക്. ഞാൻ തല ഇടുന്നൊരു സ്ലൈഡ് ഉണ്ടാക്കി. എന്റെ ബട്ടർഫ്ലൈ തലതിരിഞ്ഞാണോ ഒന്ന് നോക്കിക്കേ. അല്ല, എവിടെയെങ്കിലും പോകാൻ വേണ്ടിട്ടുള്ളപ്പോ എനിക്ക് തൊള്ള ഈ വെപ്രാളം. കെട്ടിത്താ മുടി അഴിച്ചിട്ടാ മതിയോ കെട്ടി വെക്കണോന്ന് ഞാൻ ആലോചിക്കുന്നത്. കിണ്ടി ഇങ്ങോട്ട് പഠിച്ച് ഇതെന്തുവാ അപ്പൊ? ഇതാണോ വള്ളി കെട്ടി വെച്ചേക്കുന്നേ? എന്റെ ദൈവമേ, ഒരു ഉടുപ്പിന്റെ വള്ളി കെട്ടാ അറിയാൻ മേലാത്തൊരു അപ്പൻ. ഷൂവിന്റെ ലൈസ് എങ്ങനെ കിട്ടുന്നത്? ഇങ്ങോട്ട് നോക്കിക്കോണം. പിന്നെ പെൺകുച്ചുങ്ങൾ പറഞ്ഞ എന്നെ ചെയ്തേനെ. അപ്പോൾ ഇന്ന് ജസ്റ്റ് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പോയത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന്. ഇന്റർനാഷണൽ നഴ്സസ് ഡേയുടെ ഫംഗ്ഷൻ ഞങ്ങൾക്ക് ഇവിടെ മാരിയറ്റ് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു അബുദാബിയിൽ. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ, 2 minute പോലും ഇല്ല. ജസ്റ്റ് സിഗ്നൽ ക്രോസ് ചെയ്താൽ മതി. പക്ഷേ രാവിലത്തെ പേരൊന്നും അടിച്ച് പോകണ്ടല്ലോ. അപ്പോൾ എൻ്റെ പേര് നോക്കി, ലിറ്റി തോമസ് 7464 ടേബിൾ നമ്പർ 8. അവനവൻ്റെ വായിലേക്ക് പോകേണ്ട ഗോതമ്പൂണിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലേ നമ്മുടെ ഇരിക്കേണ്ട സീറ്റിൽ നമ്മുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ സീറ്റൊക്കെ കണ്ടുപിടിച്ചു. ആൾക്കാർ വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഇന്ന് ബാക്കി മേക്കപ്പൊക്കെ അവിടെ ചെന്നിട്ടിടാമെന്ന്. എൻ്റെ കണ്ണൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ കണ്ണെഴുതിയില്ല, എനിക്കൊരു പെർഫെക്ഷൻ ഇല്ല. അങ്ങനെ ഞാൻ പോയി എൻ്റെ കണ്ണൊക്കെ എഴുതി സെറ്റാക്കി. കാരണം ആൾക്കാരൊന്നും വന്നിട്ടില്ലായിരുന്നു. നോക്കണ്ടോ, സീറ്റെല്ലാം കാലിയല്ലേ. അങ്ങനെ ഞാൻ മേക്കപ്പൊക്കെ ഇട്ട്, മേക്കപ്പ് എന്ന് ഞാൻ കണ്ണെഴുതിയുള്ളൂ കേട്ടോ. കണ്ണൊക്കെ എഴുതി ഞാൻ പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സമയം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കണ്ടില്ല. അത് തന്നെയല്ല, നമ്മൾ രാവിലെ ഇച്ചിരി ഡയറ്റിംഗ് ആണല്ലോ. For the bathroom, it will be found after this door to your right hand for both men and Being an ICU nurse is not just patient safety and high quality patient care. I look forward to learning from each of you day by day and making a positive impact and embracing the journey. നമ്മൾ നഴ്സുമാരെ ആദരിക്കുന്ന ഒരേ ഒരു ദിവസമല്ലേ ഇന്റർനാഷണൽ നഴ്സസ് ഡേ. May 12 സെലിബ്രേഷൻ ഇന്നായിരുന്നു SKMC സേഹയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്. അങ്ങനെ സെലിബ്രേഷനും കാര്യങ്ങളും ഫോട്ടോ എടുപ്പും സർട്ടിഫിക്കറ്റും എന്താ പറയുന്നത് ഗിഫ്റ്റും ഒക്കെ കൊടുത്തു ഒരു സൈഡിൽ. ഞാനപ്പോൾ മേശയിലേക്കൊക്കെ ഇങ്ങനെ നോക്കി എന്തൊക്കെയുണ്ടെന്ന്. സത്യം ഞാൻ മേശയിലിരിക്കുന്ന സ്പൂണും ഫോർക്കും ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ എടുത്തു. അതല്ല കേട്ടോ, നമുക്ക് ഗിഫ്റ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ടേബിളിൽ, അതൊക്കെ എടുത്തു. പിന്നെ എൻ്റെ വീഡിയോ ഞാൻ ഒരാളെ കൊണ്ട് എടുപ്പിച്ച കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ അറിയാതിരിക്കുന്ന പോലെ എടുത്തോണം, ഞാൻ ക്യാമറ കൊടുത്ത് എടുപ്പിച്ചാലും നമുക്കങ്ങനെ തോന്നരുതല്ലോ. അങ്ങനെ പുള്ളിക്കാരത്തി എൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞല്ലേ ഞാൻ അധികം ഫുഡൊന്നും കഴിച്ചില്ല. ഞാൻ ജസ്റ്റ് ഒരു കോഫി കോപ്പിന്ന് എന്തുവാണോ എനിക്ക് ഈയിടെയായിട്ട് 1 cup കോഫി എടുത്തുള്ളൂ. അങ്ങനെ ഞാൻ കോഫി കുടിച്ചു, അവർ ഫുഡൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ വെറുപ്പീര് ഫോട്ടോ സെക്ഷനൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമുക്ക് കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, നഴ്സസ് ആർ ദ ഫ്യൂട്ടൂരി എന്ന് പറഞ്ഞ പോലെ. പിന്നെ ലഞ്ചിൻ്റെ ടൈമായി. ഞാൻ അധികം ഫുഡൊന്നും കാണിച്ച് ഞങ്ങളെ വെറുപ്പിക്കുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് റൈസും കുറച്ച് നൂഡിൽസും പിന്നെ കുറച്ച് സാൽമൺ സ്റ്റീക്കും എടുത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ അതേ പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ മാരിയറ്റ് ഹോട്ടലിലാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. നോക്കി അൽവദ മോളൊക്കെ ആ സൈഡിൽ കാണാം. അൽവദ മോളിൻ്റെയും മാരിയറ്റിൻ്റെയൊക്കെ അടുത്ത് തന്നെ നമ്മൾ താമസിക്കുന്നത്. ഈ മറ്റേ ഏതോ ഒരു മോഹൻലാൽ മൂവിയിൽ അമേരിക്കയിൽ എവിടെ താമസിക്കുന്നത് ചോദിക്കുമ്പോൾ പറയല്ലേ അമേരിക്ക ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ താമസിക്കുന്നത് ചോദിച്ചാൽ ഞാനും പറയാം അബുദാബി ജംഗ്ഷനിലാണ്.
അങ്ങനെ അബുദാബി ജംഗ്ഷനിലാണ് നമ്മളും താമസിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത്, കാരണം നമ്മൾ പെൺപിള്ളേരുടെ ഒരു വീക്ക്നെസ് ആണല്ലോ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുക. പിന്നെ ഞാൻ പെട്ടെന്ന് ഇറങ്ങി ജഡുക്കുട്ടൻ വരേണ്ട സമയമായി. അങ്ങനെ ജഡുവിനെ പിക്ക് ചെയ്തു. അങ്ങനെ ജഡുവിനെ പിക്ക് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ജഡുവിനെയും കൊണ്ട് ഫുഡ് വാങ്ങിക്കാൻ പോകാമെന്ന്. ബിക്കോസ് ഞാൻ ഫുഡ് വയറ് നിറച്ച് കഴിച്ച് കഴിഞ്ഞ് കൊച്ചിനോട് വീട്ടിൽ ചെന്നിട്ട് കുഞ്ഞെ ഫുഡ് വേണമെന്ന് ചോദിക്കുന്നതിന് ഒരു സങ്കടം. അങ്ങനെ ഞാൻ ജഡുക്കുട്ടനെയും കൊണ്ട് ഇവിടെ റെസ്റ്റോറൻറ്റിൽ കയറി. ഇത് കണ്ടോ, ഇന്ന് സ്കൂളിൽ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ടൈ ഒക്കെ തല്ലി പൊട്ടിച്ച് 2 പീസാക്കി പുള്ളി. ഈ ആഴ്ചയിലെ 2ാമത്തെ ടൈ. എനിക്കറിയാമല്ലോ ഇവനെന്തോ ഇങ്ങനെയെന്ന്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ ഞെട്ടിത്തെറിച്ച് പണ്ടാരടങ്ങിയപ്പോൾ ഇത് പാൻറ്റ് കണ്ടോ കീറി വെച്ചേക്കുന്നത്. പുതിയ പാൻറ്റാണ്. ഈ വർഷം സ്കൂൾ തുടങ്ങിയിട്ട് 3ാമത്തെ ആഴ്ച ആയതേ ഉള്ളൂ. പാൻറ്റ് കീറി, ടൈ കീറി, ഒരു ദിവസത്തെ നാശനഷ്ടം. എനിക്കത് ഇവൻ്റെ പാൻറ്റും ഷർട്ടും യൂണിഫോം എടുക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കേണ്ടി വരുമെന്ന് തോന്നി. ഇമാതിരി പോക്ക് പോയാൽ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ എന്തുമാത്രം സൂക്ഷിക്കുമായിരുന്നല്ലേ. ഈ പിള്ളേരൊക്കെ എന്താ ഇങ്ങനെ എനിക്കറിയാമല്ലോ എന്തുവാന്ന്. അങ്ങനെ എനിവേ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ കൊച്ചിനോട് പറഞ്ഞു, അമ്മ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കേണ്ട, നമുക്ക് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വന്നു. ബിക്കോസ് സ്കൂളിലൊക്കെ പോയിട്ട് പുള്ളി നല്ല ടയേർഡായിരുന്നു. കണ്ടോ, ബസ്സിൽ ഉറങ്ങിയൊക്കെ വന്നതിൻ്റെ ക്ഷീണമുണ്ട് ജേഡുവിൻ്റെ മുഖത്ത്. അങ്ങനെ ഫുഡൊക്കെ വന്നു. ഞാനും ജേഡുവും കൂടെ ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത സമയത്ത് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒന്നും വെയിറ്റ് ചെയ്ത് തരുന്ന ആളല്ല, പക്ഷേ എന്നാണോ മടുത്തിരിക്കുവാണ്ട് ആയതുകൊണ്ടാന്ന് തോന്നുന്നു കുറച്ച് നേരമൊക്കെ എൻ്റെ ഫോട്ടോയ്ക്ക് വേണ്ടി പുള്ളി റെഡിയാക്കി തന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നതുകൊണ്ട് ഈ ഒരു സാധനമാണ് അവിടെ നിന്ന് ഗിഫ്റ്റ് കിട്ടിയത്. എന്തോ 2 സാധനങ്ങൾ. ഒന്ന് നമ്മുടെ എന്താ പറയണ്ടേ കിറ്റായിരുന്നു കേട്ടോ, ഈ നെയിൽ കിറ്റ്. മറ്റേ ഏതോ പവനായി ശവമായി എന്ന് പറഞ്ഞ മൂവിക്കകത്ത് പറയുന്ന പോലെ മലപ്പുറം കത്തി അമ്പും വില്ലും എന്നൊക്കെ പറഞ്ഞ പോലെ തോന്നി എനിക്കത് കണ്ടപ്പം. അടുത്ത കിറ്റ് ഞാൻ ആകാംക്ഷയോടെ ഓപ്പൺ ചെയ്തു. ആദ്യത്തെ നെയിൽ കിറ്റായിരുന്നു കേട്ടോ. 2ാമത്തെ കിറ്റാണ് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത്. എൻ്റെ മനസ്സറിഞ്ഞ് എനിക്ക് കിട്ടിയ പോലെ ഇരുന്നു കേട്ടോ. നോക്കിയ മേക്കപ്പ് ആക്സസറീസ്, മേക്കപ്പ് ചെയ്യേണ്ട സാധനങ്ങൾ, ബ്രഷ്, അതിൻ്റെ ഐബ്രോസ് ഷേപ്പ് ചെയ്യുന്ന ബ്രഷ്, മേക്കപ്പ് ഇടുന്ന ബ്രഷ്, ലിപ്സ്റ്റിക് ഇടുന്ന, അങ്ങനെ എല്ലാ ബ്രഷുകളും ഉണ്ടായിരുന്നു കേട്ടോ. അറിഞ്ഞു തന്ന എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. എനിവേ ഈ ഒരു സാധനം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു, എന്നെ ഹഠാത് ആകർഷിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള സാധനമാണിത്. ഇങ്ങോട്ട് നോക്കിയേ, യൂണിഫോം അലക്കാൻ എടുത്തപ്പോൾ ലോണ്ടറി ബാഗിൽ നിന്ന് കിട്ടുക. ജെയ്ഡു സ്ഥിരം കാണിക്കുന്ന ഒരു പരിപാടി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പിള്ളേർ ഇങ്ങനെ കാണിക്കാറുണ്ടോ? പറയണം കേട്ടോ. പാൻറ്റിൻ്റോട് അറ്റാച്ച് ചെയ്തിരിക്കുമോ അവൻ്റെ എന്താ പറയുന്നത്, അവൻ്റെ നിക്കർ നോക്കിയേ. കണ്ടോ ബോക്സർ എങ്ങനെ ഇരിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ സ്പൈഡർമാൻ കുഞ്ഞാണിത്. സ്പൈഡർമാൻ അല്ല, സൂപ്പർമാൻ എങ്ങനെ ഇടുന്നത് അല്ലേ? സോറി, ഷഡ്ഡി പുറത്തിടുന്ന ആള് സ്പൈഡർമാനാണോ സൂപ്പർമാൻ? എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ പിള്ളേർ കാണിക്കുന്നത്? ഇങ്ങനെയാണോ നിക്കർ ഊരിടുന്നത്? ഇങ്ങനെ ചോദിക്കട്ടെ, ഇന്നേ പാൻറ്റുമായിട്ട് മിക്സ് ചെയ്ത് ഇനി നമ്മളിത് പുറകെ കടന്ന് ഊരിക്കുവാണ് ഇതിൻ്റെയൊക്കെ. പിന്നെ ഈവനിങ് ആയപ്പോൾ ജേഡു എന്നോട് പറഞ്ഞു, അമ്മ നമുക്ക് പുറത്ത് കോഫി കുടിക്കാൻ പോകുന്നു. ഞാനും ജേഡും കൊണ്ട് വെറുതെ ഇരുന്ന് മടുത്തു, കാരണം ജസ്റ്റ് ഓഫീസിൽ പോയേക്കുമായിരുന്നല്ലോ. അങ്ങനെ ജസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ റെഡിയായി. ജസ്റ്റ് താഴെ വന്നപ്പോൾ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഒരുങ്ങി ജസ്റ്റോട് ഞങ്ങൾ പറഞ്ഞു നമുക്കൊരു കോഫിയൊക്കെ പോയി പുറത്തുനിന്ന് കുടിക്കാമെന്ന്. കൊച്ചിനും ബോറടിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട്, കോഫിയല്ല ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ദുനിയാവിൽ പോയി. നമ്മുടെ സ്ഥിരം ചായ സ്പോട്ടാണല്ലോ, അതിനിടയ്ക്ക് ഇച്ചിരി റൊമാൻറ്റിക്കോ ഒക്കെ ആയേക്കാമെന്ന് വിചാരിച്ചു. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് വേണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കേട്ടോ. ഇടയ്ക്കൊക്കെ എൻ്റെ മുഖം കാണിച്ച് വെറുപ്പിച്ചല്ലേ നിങ്ങൾ എന്നെ മറന്നു പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നെ കുറച്ച് മുഖമൊക്കെ കാണിച്ച് ഞാൻ നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാൻ ഞാൻ മറന്നുപോയി. നിങ്ങൾ തരുന്ന സ്നേഹത്തിന്, നിങ്ങൾ തരുന്ന കമൻസിനൊക്കെ പ്രത്യേകം താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമൻറ്റ് സെക്ഷൻ വായിക്കാൻ വേണ്ടിയിട്ട്. വായിക്കാൻ മാത്രമല്ല കേട്ടോ, അതിന് റിപ്ലൈ തരുന്നതിനും. പ്രത്യേകിച്ചും ചില കമൻസൊക്കെ വായിക്കുമ്പോൾ എനിക്കൊരു ഒരു പോസിറ്റീവ് വൈബ് തന്നെ കേട്ടോ. നമ്മളെ കുറേ ആൾക്കാർ സ്നേഹിക്കാനുണ്ടെന്ന് അറിയുമ്പോൾ, നമുക്ക് കുറേ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. എനിവേ ജസ്റ്റ് ജോലിയൊക്കെ കഴിഞ്ഞ് മടുത്തേണ്ട, അധികം ദീർഘിപ്പിക്കുന്നില്ല. ടാറ്റാ ബൈ ബൈ.